മഞ്ചേരിയിൽ ആംബുലൻസ് ഡ്രൈവർമാരുടെ മിന്നൽ പണിമുടക്ക്. മെഡിക്കൽ കോളേജ് ആശുപത്രി പരിസരത്തെ സ്വകാര്യ ആംബുലൻസ് ഡ്രൈവർമാരാണ് സമരം പ്രഖ്യാപിച്ചത്. മെഡിക്കൽ കോളേജ് വളപ്പിൽ നിന്ന് സ്വകാര്യ ആംബുലൻസുകൾ പോലീസ് ഒഴിപ്പിച്ചതിൽ പ്രതിഷേധിച്ചാണ് സമരം. ആംബുലൻസ് മാറ്റാൻ തയ്യാറാകാത്ത 8 ഡ്രൈവർമാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മിന്നൽ പണിമുടക്കിൽ ആശുപത്രിയിലെത്തിയവർ വലഞ്ഞു. അഷ്കർ അലി കരിമ്പ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ സ്വകാര്യ ആംബുലൻസ് ജീവനക്കാരാണ് ഇപ്പോൾ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമ്മൾ കാണുന്നത് പോലെ ഈ മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ തന്നെ വളപ്പിലുള്ള അതിന്റെ ഒരു ഭാഗത്ത് തന്നെയായിരുന്നു നിലവിൽ ആംബുലൻസ് ഡ്രൈവർമാർ ഇത്തരത്തിൽ അവരുടെ വാഹനങ്ങൾ ആംബുലൻസുകൾ പാർക്ക് ചെയ്തിരുന്നത്. എന്നാൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇവരിനോട് ഇവിടെ നിന്നും വാഹനങ്ങൾ മാറ്റാൻ മഞ്ചേരി മെഡിക്കൽ കോളേജ് അധികൃതരും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് കമ്മിറ്റിയും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഹോസ്പിറ്റലിൽ തന്നെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലം അനുവദിച്ചു തന്നാൽ തങ്ങൾ മാറാമെന്നായിരുന്നു ഇവർ എടുത്തിരുന്ന നിലപാട്. പക്ഷേ ഇന്ന് അത് മാറാത്തൊരു സാഹചര്യത്തിൽ ഇതുവരെ സാഹചര്യത്തിൽ നിന്ന് വലിയ പോലീസ് സന്നാഹത്തോടെ എത്തി ഇവിടെ ഏകദേശം 8ഓളം ആംബുലൻസ് ഡ്രൈവർമാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും അവരുടെ ആംബുലൻസുകളെ ഇവിടെ നിന്നും മഞ്ചേരി കച്ചേരിപ്പടി LGPT സ്റ്റാൻഡിലേക്ക് മാറ്റുകയും ചെയ്തു. ബാക്കിയുള്ള ഏതാനും ആംബുലൻസുകളാണ് ഇവിടെ ഉള്ളത്. 16ഓളം ആംബുലൻസുകൾ ഇവിടെ കേന്ദ്ര സർവീസ് നടത്തിയിരുന്നു. ഡ്രൈവർമാർ ഇല്ലാതിരുന്ന 6 ആംബുലൻസുകൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. ഇതും ഇവിടെ നിന്ന് മാറ്റാനാണ് ഇപ്പോൾ പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബലപ്രയോഗത്തിലൂടെ ഇവരുടെ മാറ്റാനുള്ള ശ്രമത്തെ തടുക്കുമെന്നുള്ളതാണ് സമരക്കാർ പറഞ്ഞത്. എന്തായാലും 8ഓളം പേര് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. ഇതിനെതിരെ ഇപ്പോൾ വലിയ പ്രതിഷേധമാണ് ആംബുലൻസ് ജീവനക്കാർ നടത്തുകയും ചെയ്യുന്നത്. അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നിലവിൽ ഇവിടെ നിന്നും വലിയ ദൂരത്തിലേക്ക് ആംബുലൻസുകൾ മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള രോഗികളുടെ കൂടെയുള്ള ആളുകൾക്ക് വന്ന് പെട്ടെന്ന് ആംബുലൻസുകൾ കണ്ടെത്താനോ അവരെ വിളിക്കാനോ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് ഹോസ്പിറ്റലിനോട് ചേർത്ത് തന്നെ ഒരു സൗകര്യം ഒരുക്കി തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവർ ഇപ്പോഴും പ്രതിഷേധം തുടർന്നത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ പ്രതിഷേധമായി മുന്നോട്ട് വരാൻ കാരണം? ഇവിടെ പ്രതിഷേധം ഒറ്റടിക്ക് ഇവർ ഒരു സുപ്രാത്തിൽ വന്നിട്ട് ഇവിടെ ആംബുലൻസ് നിർത്താൻ പാടില്ല എന്നുള്ള പ്രസ്താവന ഇവിടെ അധികാര കയ്യിൽ നിന്ന് വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇത് 8 കിലോമീറ്റർ അപ്പുറത്ത് വണ്ടി പാർക്ക് ചെയ്യണമെന്ന് ഇവിടെ ഒരു വാക്കാല പറഞ്ഞിട്ടുള്ളൂ. അതിനുള്ള സൗകര്യങ്ങളോ കാര്യങ്ങളൊന്നും ചെയ്യാതെ പിന്നെ ഇവിടെ രോഗികൾ ഇപ്പം നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടാവും. കാരണം ഇവിടെ മരണം സംഭവിച്ചാണ്ട് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി അതിനകത്തൊക്കെ ആയിട്ട് നാട്ടിൽ അവർ പറഞ്ഞു ഇന്ന സമയത്ത് അവരുടെ ബോഡി എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ഈ ഒറ്റ മിന്നൽ പണിമുടക്ക് പോലെ ഇവരെ പോലീസുകാർ വന്ന് ഇവിടെ അറസ്റ്റ് ചെയ്ത് കൂട്ടിക്കൊണ്ടുപോവുക ചെയ്ത്. കാരണം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു ഇവിടെ കൂടി ചേർന്നിട്ടുള്ളൂ. അതിനകത്ത് തന്നെ വന്നിട്ട് പോലീസുകാർ അവർ അറസ്റ്റ് ചെയ്ത് ചെയ്യാൻ കൊണ്ടുപോയിട്ട് അപ്പോൾ അത് ആ കാരണം ഇവിടെ പ്രതിഷേധം അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൂടിയിട്ടുള്ളത്. ഈ ഒരു ഉചിതമായ സ്ഥലം ലഭിക്കുന്നതുവരെ സമരം തുടരാനാണ്. ഉചിതമായി പിന്നെ ഇവിടെ ഈ ഹോസ്പിറ്റലിൽ എത്ര 8 കിലോമീറ്റർ 9 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഇവിടെ രോഗികൾക്ക് പ്രയാസമാണ്. കാരണം ഇവിടെ പല സ്ഥലത്തു നിന്നാണ്. കാരണം മെഡിക്കൽ കോളേജ് കാരണത്തിൽ ഇവിടെ അടുത്തുള്ള ആൾക്കാരാവില്ല. അപ്പോൾ അവർക്ക് പെട്ടെന്ന് ഒരു എമർജൻസി കേസിന് ഇവിടെ ആംബുലൻസിന് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പിന്നെ വിളിച്ചു കഴിഞ്ഞാൽ തന്നെ ടൗണിൽ നല്ല ട്രാഫിക് പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഈ ട്രാഫിക് തരണം ചെയ്ത് ഇവിടെ രോഗിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വണ്ടിക്ക് ഒരുപാട് സമയം വരും. ഇവിടെ എന്ത് കാരണം ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ നിന്ന് മാറാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്? ഈ പാർക്കിംഗ് സൗകര്യം മറ്റു പ്രൈവറ്റ് ഇവിടെ ഇത് പൈസ കൊടുത്ത് മേടിക്കുന്ന പാർക്കിംഗ് ഏരിയയാണ്. അപ്പോൾ അവർക്കൊന്ന് വിപുലമാക്കിയിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സമ്പാദിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രശ്നത്തിലാണ്. ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഈ സ്റ്റാൻഡുള്ളതാണ് നിലവിൽ. അപ്പോൾ അത് ഒറ്റടിക്ക് വന്നിട്ട് ഇങ്ങോട്ട് മാറ്റാൻ അതിനുള്ള സഹകരണം ചെയ്ത് തന്നിട്ടില്ല. ഇതിന് പ്രശ്നത്തിന് ഒരു അന്തിമ പരിഹാരം കാണുന്നതുവരെ മിന്നൽ സമരവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഇപ്പോൾ ആംബുലൻസ് ജീവനക്കാർ വ്യക്തമാക്കുന്നത്. പക്ഷേ ഈ ഒരു സമരം തുടരുന്ന സാഹചര്യം ഇവിടെ എത്തുന്ന രോഗികൾക്ക് വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് അല്പസമയം മുമ്പൊക്കെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പിന്നെ അവിടെ 25 കിലോമീറ്റർ അപ്പുറത്ത് നിന്നും ആംബുലൻസുകൾ ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു വരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇത്തരം പ്രശ്നങ്ങൾ ഇപ്പോൾ തന്നെ ഇവിടെ എത്തുന്ന ആളുകൾ അനുഭവിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ മിന്നൽ പണിമുടക്ക് അത് കൂടുതൽ സമയത്തേക്ക് നീളുകയാണെങ്കിൽ അത് സ്വാഭാവികമായും ഇവിടെ എത്തുന്ന ആളുകളെ വലിയ തോതിൽ ബാധിക്കുകയും ചെയ്യും. എത്രയും പെട്ടെന്ന് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ സമരക്കാർ ഉന്നയിക്കുന്നത്. പക്ഷേ ഈ ആശുപത്രിയുടെ വളപ്പിൽ നിന്ന് തങ്ങൾ പുറത്തിറങ്ങാൻ തയ്യാറാണ്. പക്ഷേ ഹോസ്പിറ്റലിനോട് ചേർന്നുള്ള അല്ലെങ്കിൽ സൗകര്യപ്രദമായ ഒരു സ്ഥലം തങ്ങൾക്ക് ലഭ്യമാക്കണം എന്നുള്ള ആവശ്യമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ മുനിസിപ്പാലിറ്റിയെ നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുനിസിപ്പാലിറ്റിയും കളക്ടറൊക്കെ സമീപിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ രമ്യമായൊരു പരിഹാരം ഇതുവരെ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് നിലവിലെ ഒരു സാഹചര്യം. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ മിന്നൽ പണിമുടക്ക് തുടരുകയും ചെയ്യുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തൂവൂരിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ ഇൻ റിപ്പോർട്ടർ മലപ്പുറം.